ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധം ഇരമ്പി. ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നത്. ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ ഭരണഘടന വിഭാഗം ചെയ്യുന്ന പരമാധികാര സോഷ്യലിസ്റ്റ് രാജ്യത്തെ എത്തിച്ചത് ഇതിനെ തുടർന്നാൽ ജനങ്ങളുടെ യാത്രാ ദുരിതമാണ്. പരാജയപ്പെടാൻ പാടില്ലാത്ത ബദൽ പദ്ധതിയായി കേന്ദ്ര സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ ഉയർത്തുന്ന ആരോപണങ്ങളും അതിലെടുക്കേണ്ട നിലപാടുകളും ഉയർത്തി പ്രതിജ്ഞയും ചൊല്ലിയാണ് മനുഷ്യച്ചങ്ങല പിരിഞ്ഞത്. 5 മിനിറ്റ് നീണ്ടുനിന്ന മനുഷ്യച്ചങ്ങലയിൽ പ്രായഭേദമന്യേ പ്രതിഷേധക്കാർ കൈകോർത്തു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. കൃത്യമായ ആസൂത്രണത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ 5 മണിക്ക് തന്നെ പ്രതിജ്ഞ ചൊല്ലി പിരിഞ്ഞു. ഒരിടത്തും കണ്ണിമുറിയാതെ കൈകോർക്കാനും പ്രതിഷേധത്തിനെത്തിയവർ ശ്രദ്ധിച്ചിരുന്നു. ബിജെപിക്കും UDF-നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാനായി മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. ഡിവൈഎഫ്ഐ നടത്തിയ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്ത ശേഷം പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2014 മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ സംസ്ഥാനത്തിനും കൊടുക്കേണ്ടുന്ന കേന്ദ്ര വിഹിതം വെട്ടിച്ചുരുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നതാണ്. കേന്ദ്രത്തിൽ കിട്ടുന്ന വിഹിതത്തിൻ്റെ 42% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്. അത് 32% കുറക്കണമെന്നാണ് പറഞ്ഞത്. അതായത് നിലവിലുള്ളതിനേക്കാളും 10% കുറക്കണം എന്ന് പ്രധാനമന്ത്രി വഴിവിട്ട രൂപത്തിൽ ധനകാര്യ കമ്മീഷനോട് ശുപാർശ ചെയ്യുകയാണ്. ഇതിപ്പം വെളിപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ തന്നെ നേരിട്ട് കീഴിലുള്ള നീതി ആയോഗിൻ്റെ CEO ആണ്. ഒരു ചില്ലറക്കാരനല്ല അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഓരോരോ കള്ളപ്രചരണങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതിനായാണ് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്നത്. നേരത്തെ വിജിലൻസ് കോടതി വലിച്ചെറിഞ്ഞ കേസാണിത്. ഒരു സ്ഥലത്തും വീണയ്ക്കെതിരായി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വർണ്ണക്കടത്താണുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പായപ്പോഴാണ് മറ്റൊരു കള്ളപ്രചാരണവുമായി എത്തിയിട്ടുള്ളതെന്നും ജനപക്ഷത്തുള്ള സർക്കാരിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണിതെന്നും AK ബാലൻ പറഞ്ഞു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ, സാഹിത്യകാരൻ വൈശാഖൻ, മുണ്ടൂർ സേതുമാധവൻ, മട്ടന്നൂർ ശങ്കരൻകുട്ടി, CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി K രാകേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. വ്യൂ ലക്ഷറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കുളപ്പുള്ളി.